ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് റമദാനൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ വൈകിയാണ് എണീച്ചിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. 8 മണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ മെല്ലെ എണീച്ചിട്ടൊന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാൻ വിചാരിച്ചിട്ട് ചൂലൊക്കെ ഒന്ന് എടുത്ത് സൈക്കിളൊക്കെ നീക്കി വെച്ച് ഇവന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നിരത്തി വെക്കും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ്. ധാരാളം മുറ്റമൊന്നുമില്ല, ആകെ കുറച്ച് മുറ്റമേ ഉള്ളൂ. അതുള്ളത് ഞാൻ അടിക്കണത്. ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ കിടക്കാറുണ്ട്. അടുത്ത വീട്ടിലത്തെ മരങ്ങളുടെ ഇലകളൊക്കെ വന്ന് വീണതാണ്. നമ്മുടെ തൊടിയിലും നമ്മുടെ വീടിന് ചുറ്റുമൊന്നും മരം വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. ഉള്ള സ്പേസിൽ ഞാൻ ചട്ടിയിലൊക്കെ ആക്കി കുറച്ച് മണ്ണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറ്റാർവാഴ, കുറ്റിമുല്ല, അങ്ങനെ കുരുമുളക്, മുല്ലയല്ല കുരുമുളകൊക്കെ വെച്ചിട്ടുണ്ട്. അതാ വാങ്ങുമ്പോഴുള്ള കുരുമുളകാണ് കൈസ്, അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് കായ്ച്ചിട്ടൊന്നുമില്ല. ആ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതിലുണ്ടായിരുന്ന കുരുമുളകാണ്. ഞാൻ പിന്നെ അതൊന്നും വലിച്ചിട്ടൊന്നുമില്ല. ഒരിക്കൽ 2 പ്രാവശ്യം എന്തോ വലിച്ചു. എൻ്റെ മോൻ വന്നതൊക്കെ നനച്ച് വൃത്തിയാക്കി തരികയാണ്. അവനൊരു മൂഡ് വന്നാൽ അവനതൊക്കെ ചെയ്തു തരാറുണ്ട്. അവന് സ്കൂൾ പൂട്ടിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു ഇതും ഒക്കെ ആയിട്ട് അവൻ ഒക്കെ ചെടിയൊക്കെ നനച്ച് തരുന്നുണ്ട്. ഈ മുകളിലത്തെ ചെടിയിൽ ഇനി അവൻ കയറി മാത്രം വേണ്ടെന്ന് വെച്ച് ഞാൻ തന്നെ 2 കപ്പ് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു വിടുകയാണ്. ഇനി പടിൻ്റെ ഉമ്മറത്ത് അതിലൊക്കെ ഒത്തിരി വെള്ളം ഒഴിച്ച് വെറുതെ ഒരു റഫായിട്ടൊരു ക്ലീനിങ്, വെറുതെ കാര്യമായിട്ട് ക്ലീനിങ് ഒന്നുമില്ല, വെറുതെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വിട്ട് അതൊന്ന് ഇതാക്കി വിടണം. ചൂലെടുത്ത് അടിച്ചിട്ടൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് വണ്ടി കഴുകിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ വണ്ടി കഴുകാൻ പോയി. സെൻട്രൽ സ്റ്റാൻഡ് ഇടാനുള്ള പ്രയത്നമാണ് ഗൈസ് ഈ കാണുന്നത്. ഞങ്ങൾ തോറ്റുപോയപ്പോൾ അത്തത്ത വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തിട്ട് ഞങ്ങൾക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് തരാം ഗൈസ്. ഞാൻ ഇതുവരെ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ടില്ല. അതൊരു വലിയ പരമമായ സത്യമാണ്. എനിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ടോ കിക്കർ ചവിട്ടി സ്റ്റാർട്ടാക്കാനും കിട്ടൂല. ഞാൻ സെൽഫ് അടിച്ച് സ്റ്റാർട്ടായ എങ്ങനെയൊക്കെ പോയിക്കോളും എന്നല്ലാതെ ഒന്നും അറിയില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി എൻ്റെ മോൻ തന്നെയാണ് അത് മുഴുവൻ ക്ലീൻ ചെയ്തത്. ഞാൻ അതിൽ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല, വെള്ളം മാത്രം കൊണ്ടുവന്ന് കൊടുത്തു. അവനത് മുഴുവൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കഴുകാറുണ്ട്. അങ്ങനെ എപ്പോഴും കഴുകി വൃത്തിയാക്കി വെക്കുന്ന ആളൊന്നുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ കഴുകും നല്ല പൊടിയാവുമ്പോൾ. ഇനി ഇതാ ബെഡൊക്കെ ഒന്ന് വിരിക്കാൻ പോയതാണ് ഞാൻ. ആഴ്ചയിൽ ഒരിക്കലാണ് എപ്പോഴും ഞാൻ ചെയ്യാറ്. ഇപ്പം ചൂട് കൂടിയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞാൻ മാറ്റി വിരിക്കും. കോട്ടൻ്റെ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും ഒക്കെ നരച്ച് കളറൊക്കെ പോയി ഗൈസ്. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. രാത്രി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ജനലൊക്കെ തുറന്നിട്ടാലും വലിയ ചൂടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടോ ഗൈസ്? ഭയങ്കരം ഈ ഭാഗത്ത് ചൂട്. ഒരു മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഒരു ചെറിയൊരു പാറ്റലൊക്കെ വന്നു, പിന്നെ അത് അപ്പം തന്നെ പോയി. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ? ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊരു മട്ടൻ കറി വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മട്ടൻ കറി ഒക്കെ താളിച്ചൊഴിച്ചു. ഇനി അതൊന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് റെഡിയായി ഗൈസ്. ഞാൻ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്, പത്തിരി ഉണ്ടാക്കണ പണി. ഇനി അതിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി അത് വിസിൽ വന്ന് റെഡി ആയിക്കോളും. അപ്പോഴേക്കും എൻ്റെ മോൻ ഒരു മിൻറ്റ് ലൈം ജ്യൂസ് ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ്. അവൻ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 മിൻറ്റ് ലീഫ്, ഒരു നുള്ള് ഉപ്പ്, ഒരു ചെറിയൊരു പച്ചമുളകിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്, ആ കപ്പിലിട്ടതുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, 1 കപ്പ് വെള്ളം ഇട്ടിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതിന് മുമ്പ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു എരിവും ഒക്കെ കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അവൻ എവിടെയോ യൂട്യൂബിൽ എന്തോ റീൽസ് എന്തോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതുണ്ട്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവനിങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്. ഞാൻ പിന്നെ അത് നിരുത്സാഹപ്പെടുത്താറൊന്നുമില്ല. അങ്ങനെ ഞാനും നല്ല ആസ്വദിച്ച് ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നിട്ട് വാട്ടർമെലൺ കട്ട് ചെയ്യാണ്. ഇങ്ങനെയുള്ള പണികളൊക്കെ അവൻ ചെയ്തു തരും. അപ്പോൾ വാട്ടർമെലൺ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കേണ്ട സമയമായി കാണുമല്ലോ. ഇഫ്താറിനൊക്കെ റെഡിയായി, 6:45 ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും വാച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ.